നിക്ഷേപകരെ കണ്ണീർ കുടിപ്പിച്ച മലപ്പുറം ജില്ലയിലെ തെന്നല സർവീസ് സഹകരണ ബാങ്ക്. നൂറുകണക്കിന് നിക്ഷേപകർ പണം തിരികെ ലഭിക്കാതെ പെരുവഴിയിലായി. നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ഭരണസമിതി. മലപ്പുറം ജില്ലയിലെ എടരിക്കോടിന് സമീപം തെന്നല കോഓപ്പറേറ്റീവ് ബാങ്ക്, ആ ബാങ്കിൽ നിരവധി നിക്ഷേപകരാണ് ഇങ്ങനെ നിക്ഷേപക തട്ടിപ്പിന് വിധേയമായിരിക്കുന്നത്. സാധാരണ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് സാധാരണ പണിക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ട്. വലിയ രീതിയിൽ തന്നെ 1 ലക്ഷം മുതൽ അങ്ങനെ 15 ലക്ഷം വരെ എല്ലാം നിക്ഷേപിച്ച ആളുകളുണ്ട്. ഏകദേശം 98 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ബാങ്ക് കൂടിയാണ് ഈ ബാങ്കാണ് ഇങ്ങനെ ഈ ഒരു നിക്ഷേപകരെ ചതിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഇവിടെ നിന്നും പലിശയോ അല്ലെങ്കിൽ അവർ നിക്ഷേപിച്ച തുകയോ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. വലിയ ഒരു ബുദ്ധിമുട്ടിലാണ്. പ്രായമായ ആളുകളെല്ലാം തന്നെ നിരവധി ഉണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ച പണം, അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നൽകിയ പണം, വീട് വിറ്റ പണം, അങ്ങനെ ജീവിക്കാൻ വേണ്ടി മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവർ സ്വരൂപിച്ച പണമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടും, അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകാൻ അവർക്ക് ആ പണം വിനിയോഗിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയോടെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ബാങ്കിൽ അവർ നിക്ഷേപിച്ചത്. പക്ഷേ ഇപ്പോൾ ആ പണവുമില്ല, പലിശയും ഒന്നുമില്ല. വലിയ രീതിയിലാണ് ബാങ്ക് ഇപ്പോൾ അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ പണമൊന്നും ഇല്ല എന്നാണ് ബാങ്ക് അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത്. നിരവധി കേസുകളും ഈ ബാങ്കിനെതിരെ അവർ നൽകിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ബാങ്ക് ഈ പണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്? എന്താണ്? പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, പണം കിട്ടിയാൽ നിങ്ങൾക്ക് തരുമെന്ന്. എന്ന് കിട്ടുമെന്ന് അവർ പറയുന്നില്ല. കിട്ടാനുള്ളത് തന്നെ അവർ പറയുന്നത് ഒരു 20 കോടിയോളം ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നിരവധി പേരാണ് ഇപ്പോഴും ഈ ബാങ്കിന് മുന്നിൽ നിൽക്കുന്നത്. അവർ വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്? ഈ നാട്ടുകാർ തന്നെയാണ്. എത്ര വർഷം മുൻപാണ്? ഞങ്ങൾ 2 വർഷമായി. ഞങ്ങളത് 5 ലക്ഷം എൻ്റെത്, 10 ലക്ഷം ഉമ്മാൻ്റെത്. ഉമ്മാൻ്റെ സ്ഥലം വിറ്റാണ്. ആകെ തന്നെ ഉള്ളു ഞങ്ങൾക്ക്. മരുന്നും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പം അങ്ങനെ ഇത് 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ പൈസ ചോദിച്ചിട്ട് 1 ഉറുപ്പിക ഞങ്ങൾക്ക് തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? പൈസ ഇല്ലാറ് ഒന്നും കൊണ്ടുപോയില്ല. എന്നോട് ഞാൻ വന്ന് എല്ലാം വരും. ആഴ്ചയിൽ 2 ആഴ്ച കഴിക്കുമ്പോൾ ഞാൻ വരും, കാര്യം വരും. ഇവിടെ വന്ന് ഈ എനിക്ക് കയറാൻ പറ്റുക മോനെ. ഓല് ഒന്നും കോണമില്ല, ദോഷമില്ല. ഓല് തമ്മിൽ ചിരിച്ചു കാണും കുത്തിറക്കുക. എന്താ ഒന്നും ഉണ്ടാകും. ഞാൻ കുറേ അവിടെ കുത്തിറങ്ങി. എന്താ മക്കളത്? ഒന്നുമില്ല, ഇവിടെ ഇല്ല, ഒന്നുമില്ല. എവിടുന്നാന്ന് ഓടിക്കാൻ കൊണ്ടുപോല. അങ്ങനെ ഇല്ല, തന്നിട്ട് തന്നെ ഇല്ല. 10 ചെയ്തിട്ട് 1 ഉറുപ്പിക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവർ കയ്യിൽ നിന്ന്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളെത്തില്ല, ഞങ്ങൾ എന്താ ചെയ്യണത്? 10 ലക്ഷം അതാണ് അവർ ചോദിക്കുന്നത്, പറയണത്. കിട്ടിയിട്ടില്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ 17 ലക്ഷം രൂപ ഇവിടെ ബാങ്കിലുണ്ട്. പണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തുകയൊക്കെ ഇവിടെ ഇടാൻ കാരണം. പലപ്പോഴായി ഇട്ട പൈസയാണ്. എൻ്റെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ എടുക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ പൈസ ഇല്ല എന്നുള്ള വിവരങ്ങൾ ഞാൻ അറിയണത്. 1.5 വർഷത്തോളമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇതുപോലെ പൈസ കിട്ടാതെ വിഷമിച്ച് ഞങ്ങളൊരു നിക്ഷേപ കൂട്ടായ്മ ഉണ്ടായി. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ 250 പേരോളം ആ കൂട്ടായ്മയിലുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ അവസ്ഥ കാണിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നുകൊണ്ടും ഞങ്ങൾക്കൊരു ഒരു സമാധാനമുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഭരണാധികാരി ലീഗിൻ്റെ ആളുകളാണ്. അവരെ തന്നെ അവരുടെ മേലധികാരികളെ എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോയി പല പ്രാവശ്യമായിട്ട് കണ്ടു. സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് എല്ലാവരും പോയി കണ്ടു. പക്ഷേ ഒരിടത്തുനിന്നും ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സമാധാനം കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ്. പിന്നെ കൂടാതെ ഞങ്ങൾ EDക്കൊക്കെ പരാതി അയച്ചിരുന്നു. ഞങ്ങൾക്ക് അതിൽ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നെങ്കിലും അങ്ങനെ ഒരു രീതിയിലെങ്കിലും ഞങ്ങൾക്കിടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ 1 വർഷത്തോളം അത് കൊടുത്തിട്ട് ഇതുവരെ ആയിട്ടും അവിടെ നിന്നും ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങളെ സംബന്ധിച്ച് എന്താ ഇനി തീരുമാനം എടുക്കേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾ പലരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജീവിക്കണമെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതായി തുടങ്ങി. കാരണം മക്കളുടെ അടുത്തുനിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഞങ്ങളിപ്പോൾ ഒരു പരിഹാസപാത്രമായി തീർന്നിരിക്കുകയാണ്. തൽക്കാലം ഞാൻ അത്രേ പറയുന്നു. നിങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള തന്നെയാണോ എത്ര കാശ് ഇവിടെ നിക്ഷേപിച്ചത്? ഇവിടെ അടുത്ത് വെന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ അച്ഛൻ ഇവിടെ വില്ലേജ് ഓഫീസറായിരുന്നു. ആ കാലത്തെയുള്ള ഈ ബാങ്കുമായിട്ടുള്ള നല്ല ബന്ധത്തിലായിരുന്നു. ആ ഒരു പരിചയത്തിലാണ് ഞങ്ങൾ അച്ഛൻ്റെ അന്നത്തെ പൈസ അമ്മയുടെ പേരിൽ, അമ്മയ്ക്ക് ഇപ്പോൾ 84 വയസ്സായി, അമ്മയുടെ പേരിൽ കുറച്ച് പൈസ 10-12 ലക്ഷം അന്ന് അച്ഛട്ടിരുന്നു. അമ്മയുടെ ചികിത്സാർത്ഥമൊക്കെ ആ പൈസ ഇപ്പോൾ പോയി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ റിട്ടയർഡ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസ ഇട്ടിരുന്നു, അതും പോയി. ഇപ്പോൾ
ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അന്ന് ചോദിച്ചു മകൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ MBBS കഴിഞ്ഞ് MDക്ക് ചേരാൻ നിൽക്കുക. അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിനുള്ള പണമില്ല, മകൾക്കൊരു വീട് വയ്ക്കാൻ സഹായിക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും നമ്മളിത് അസ്തമിച്ചിരിക്കുകയാണ്. ഒരു വഴിയില്ല. നമ്മുടെ നിക്ഷേപ സമിതി ഇപ്പോൾ വളരെ എത്ര കംപ്ലൈൻറ്റുകൾ എല്ലാ മേഖലയിലും കൊടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ EDക്കും എല്ലാ തരത്തിലും ഞങ്ങൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ആരും മിണ്ടാത്ത പോലെയാണ് നമ്മൾക്ക്. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ വലിയ പ്രതിഷേധത്തിലും സമരത്തിലുമാണ്. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു മറുപടി ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല. വലിയ പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്.